ഒരു കൈ ചെയ്യുന്നത് മറ്റേ കൈ അറിയരുതെന്നാണ്. പക്ഷേ എന്ത് ചെയ്യാനാണ്, രണ്ട് കൈയും വീഡിയോയിൽ പെടുന്നുണ്ട്. പിന്നെ ഒരുവിധം ശ്രമിച്ചിട്ട് ഞാൻ ഒറ്റ കൈ ആക്കിയിട്ട് ഏതാണ്ട് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ വൂള് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇത് വെച്ചിട്ട് ഇന്നൊരു കീ ചെയിൻ ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. അപ്പം നമ്മുടെ 7 ഡേ ചാലഞ്ചിലെ സെക്കൻഡ് കീ ചെയിൻ മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ നമ്മളിന്ന് വൂൾ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ചെറിയ 2 കാർഡ്ബോർഡ് കഷ്ണങ്ങൾ അതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരെണ്ണം അതുപോലെ ട്രയാങ്കിൾ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഒരെണ്ണം റെക്റ്റാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു ചെറിയ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ തന്നെ ഹോൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വഴിയേ പറയാം. അപ്പോൾ നമ്മൾ ഈ ത്രികോണത്തിൻ്റെ മുകളിൽ ചുമ്മാ പശ തേച്ചിട്ട് ആ വൂളിതാ ഇതുപോലെ ഒന്ന് ചെന്നായി കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഭാഗത്ത് ഒരു ചെറിയൊരു മുത്തും കൂടി ഇട്ടിട്ട് ഹാങ്ങിങ് പോർഷനും നമ്മൾ അതിൻ്റെ മുകളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. സംഭവം സിമ്പിളാണ്. പിന്നെ നമ്മൾ ഓട്ടകളൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാൻ ശ്രദ്ധിക്കണേ ഇങ്ങനെ വെച്ച് ഒട്ടിക്കുമ്പോൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ റെക്റ്റാങ്കിൾ പീസിൻ്റെ മുകളിൽ വേറെ കളർ വൂൾ വെച്ചിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ വിരലിടാൻ എളുപ്പത്തിനാണ് കേട്ടോ ഈ ഓട്ട ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പം മനസ്സിലായോ? എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ നൂലെടുത്തിട്ട് സെൻറ്ററിൽ ഒന്നിങ്ങനെ കെട്ടി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാര്യം കഴിഞ്ഞാൽ കറിവേപ്പില പോലെയാണെന്ന് പറയില്ലേ, അതുപോലെ ആവശ്യം കഴിഞ്ഞപ്പോൾ നമ്മൾ അതിനുള്ളിലത്തെ കാർഡ്ബോർഡിനൊക്കെ അത് വലിച്ച് പുറത്തേക്ക് എടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇതാ ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് നല്ല പഫി സ്ട്രക്ചറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ചുമ്മാ ഇതിൻ്റെ അടിഭാഗത്തൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ മാത്രം മതി എന്നുള്ളവർക്ക് അവിടെ കൊണ്ട് നിർത്താം. ഞാനിതിൻ്റെ മുകളിൽ 2 മിററും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്, ഒരു ഭംഗിക്ക് ഇരിക്കട്ടെ തന്നെ. അത് കഴിഞ്ഞിട്ട് നല്ല ചീക്കും എനിക്ക് നല്ല സുന്ദര കുട്ടപ്പനാക്കി എടുക്കുന്നുണ്ട് കീ ചെയിന്. നല്ല ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് ഹാങ് ചെയ്യാനും പറ്റും. നല്ല ഭംഗിയായിട്ട് കിട്ടുകയും ചെയ്യും. ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷൻ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.